അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലേൺ അറബിക് വിത്ത് മിന്ന സലം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിൻ്റെ മുസ്ലിമീങ്ങളുടെ ഇന്ത്യൻ പാരമ്പര്യം എന്ന കിതാബിലെ 6ാമത്തെ പാഠഭാഗമാണ്. പാഠം 6, അലി മുസ്ലിയാർ. സ്വാതന്ത്ര്യ സമര സേനാനിയും പണ്ഡിത ശ്രേഷ്ഠനുമായ അലി മുസ്ലിയാർ AD 1850 ജനിച്ചു. പണ്ഡിതന്മാരുടെയും ഖാദിമാരുടെയും പാരമ്പര്യമുള്ള കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം പൊന്നാനിയിൽ ഉപരിപഠനം നടത്തി. 8 വർഷക്കാലം അവിടെ പഠിച്ചു. ഇസ്ലാമിക ദർശനത്തിലും കലകളിലും പ്രാവീണ്യം നേടിയ ശേഷം കൂടുതൽ വിജ്ഞാനം തേടി പരിശുദ്ധ മക്കയിലേക്ക് പോയി. അവിടെ 7 വർഷം അദ്ദേഹം പഠനം നടത്തി. ചരിത്രം, തത്വശാസ്ത്രം, ഇസ്ലാമിക നിയമങ്ങൾ, കർമ്മശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങളിൽ അത്യുന്നത പദവികൾ നേടിയ ശേഷം തിരിച്ചെത്തിയ അദ്ദേഹത്തെ കവരത്തി ദ്വീപിൽ പ്രധാന ഖാദിയായി നിയമിച്ചു. 8 വർഷം അവിടെ സേവനമനുഷ്ഠിച്ചു. 1891 മണ്ണാർക്കാട്ട് നടന്ന ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിൽ സ്വസഹോദരനുൾപ്പെടെ അടുത്ത ബന്ധുക്കൾ പലരും മരണപ്പെട്ടതറിഞ്ഞ് അദ്ദേഹം സ്വദേശത്തേക്ക് മടങ്ങി. നേരത്തെ തന്നെ ബ്രിട്ടീഷ് ഭരണത്തോട് എതിർപ്പുണ്ടായിരുന്ന അലി മുസ്ലിയാർ മണ്ണാർക്കാട് ലഹളയ്ക്ക് ശേഷം തീവ്രമായ സമരാവേശവുമായി രംഗത്തിറങ്ങി. 1896 മഞ്ചേരിയിൽ നടന്ന ലഹളയിലും അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുക്കളിൽ പലരും മരണപ്പെടുകയും പലരെയും ആൻഡമാനിലേക്ക് നാടുകടത്തുകയും ചെയ്തു. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ ബോധവൽക്കരണം നടത്താൻ ജനങ്ങൾക്ക് വിദ്യാഭ്യാസം ലഭ്യമാക്കണമെന്ന ആശയമുണ്ടായിരുന്ന മുസ്ലിയാർ മലബാറിലുടനീളം മദ്രസകൾ സ്ഥാപിക്കുന്നതിൽ മുൻകൈയെടുത്തു. AD 1897 തിരൂരങ്ങാടി പള്ളിയിലെ ഇമാം സ്ഥാനം ഏറ്റെടുത്തു. അലി സഹോദരന്മാരുടെയും ഗാന്ധിജിയുടെയും അടുത്ത അനുയായി എന്ന നിലയിൽ അദ്ദേഹം സമരരംഗത്ത് പ്രവർത്തിച്ചു. പാദം വരെ നീണ്ടുകിടക്കുന്ന തൂവെള്ള കതർ മേലങ്കിയും തലയിൽ തുർക്കി തൊപ്പിയും അതിന്മേൽ പച്ച ടർബനും അണിഞ്ഞിരുന്ന അലി മുസ്ലിയാരുടെ വേഷം ആകർഷകമായിരുന്നു. മലബാർ പ്രദേശത്ത് ഖിലാഫത്ത് കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ അദ്ദേഹം നേതൃത്വം നൽകി. ബ്രിട്ടീഷുകാർക്കെതിരായ സമരം നാടെങ്ങും ആളിക്കത്തി. തിരൂരും പരിസര പ്രദേശങ്ങളിലും പട്ടാളത്തിൻ്റെ വെടിവെപ്പിലും ക്രൂരമർദ്ദനത്തിലും ധാരാളം സമരഭടന്മാർ മരിച്ചു വീണുകൊണ്ടിരുന്നു. രോഷാകുലരായ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാനും സമാധാനപ്പെടുത്താനും അലി മുസ്ലിയാർ പരമാവധി പരിശ്രമിച്ചിരുന്നു. ലഹള ഒതുക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി അലി മുസ്ലിയാരും സംഘവും അധികാരികളുമായി ചർച്ചയ്ക്ക് തയ്യാറായി. വലിയ ഒരു ജനക്കൂട്ടവും അവരോടൊപ്പം ചേർന്നു. ജനങ്ങളെല്ലാം കച്ചേരിപ്പറമ്പിൽ ഇരിക്കണമെന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് അവർ അവിടെ ഇരുന്നു കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷ് പട്ടാളം വെടിവെക്കുകയാണുണ്ടായത്. 17 പേർ മരിച്ചു വീഴുകയും ധാരാളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ക്ഷുഭിതരായ ജനക്കൂട്ടം അധികാരികളെ കയ്യിൽ കിട്ടിയ ആയുധങ്ങളുമായി നേരിട്ടു. ഏതാനും പോലീസുകാരും പട്ടാളക്കാരും കൊല്ലപ്പെട്ടു. കളക്ടറും പോലീസ് സേനയും പിന്തിരിഞ്ഞോടി. മജിസ്ട്രേറ്റ് ഉൾപ്പെടെയുള്ളവർ കച്ചേരിയിൽ കയറി കതകടച്ച് രക്ഷപ്പെട്ടു. പിറ്റേന്ന് രാവിലെ റെയിൽവേ പാളം വഴി നടന്നാണ് അവർ കോഴിക്കോട്ട് തിരിച്ചെത്തിയത്. വഴിയിൽ കണ്ടവരെയെല്ലാം വെടിവെച്ചുകൊണ്ടാണവർ പോയത്. ആ യാത്രയിൽ തന്നെ 72 പേരെ വെടിവെച്ചു കൊന്നു. അതിനുശേഷം സമാധാനത്തിന് വേണ്ടിയുള്ള ശ്രമം അലി മുസ്ലിയാർ ഉപേക്ഷിക്കുകയും ഏറനാടിൻ്റെ പല ഭാഗത്തും ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി ഖിലാഫത്ത് ഗവൺമെൻറ്റുകൾ സ്ഥാപിക്കുകയും ചെയ്തു. തിരൂരങ്ങാടിയിലും പരിസര പ്രദേശത്തും സ്ഥാപിച്ച ഗവൺമെൻറ് തലവൻ അലി മുസ്ലിയാർ തന്നെയായിരുന്നു. ഇതിൻ്റെ പ്രതികാരം തീർക്കാൻ ബ്രിട്ടീഷ് പട്ടാളം തിരൂരങ്ങാടി പള്ളി വളഞ്ഞ് വെടിവയ്പ് ആരംഭിച്ചു. അലി മുസ്ലിയാർ ഉൾപ്പെടെ 114 പേർ പള്ളിയിലുണ്ടായിരുന്നു. 24 പേർ പള്ളിയിൽ തന്നെ മരിച്ചു വീണു. അലി മുസ്ലിയാരെയും 12 പേരെയും തൂക്കിക്കൊല്ലാൻ പട്ടാള കോടതി വിധിച്ചു. അന്ത്യാഭിലാഷം എന്ന നിലയിൽ അലി മുസ്ലിയാർക്ക് നമസ്കാരത്തിന് അനുമതി ലഭിക്കുകയും നമസ്കാരത്തിൽ വെച്ച് അദ്ദേഹം മരിക്കുകയും ചെയ്തു. വിധി നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി മറ്റുള്ളവരെ തൂക്കിലേറ്റിയപ്പോൾ അലി മുസ്ലിയാരെയും തൂക്കിലേറ്റുകയാണുണ്ടായത്. 1922 ഫെബ്രുവരി 17 അവരെ കോയമ്പത്തൂർ സെൻട്രൽ ജയിലിൽ തൂക്കിലേറ്റി. അങ്ങനെ മലബാർ കലാപത്തിൻ്റെ നായകൻ ചരിത്രത്തിൻ്റെ ഭാഗമായി. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. അഭ്യാസം: ഉത്തരം എഴുതുക. 1.
ആയിലി മുസ്ലിയാർ ജനിച്ച വർഷം എഴുതുക. ഏത് വർഷമായിരുന്നു ആയിലി മുസ്ലിയാർ ജനിച്ചത്? AD 1850. എവിടെയാണ് ഉപരിപഠനം നടത്തിയത്? എത്ര വർഷം അവിടെ പഠിച്ചു? അദ്ദേഹം ഉപരിപഠനം നടത്തിയത് എവിടെയായിരുന്നു? എത്ര വർഷമാണ് അവിടെ പഠിച്ചത്? പൊന്നാനിയിൽ ഉപരിപഠനം നടത്തി. 8 വർഷക്കാലം അവിടെ പഠിച്ചു. കൂടുതൽ വിജ്ഞാനത്തിനായി എവിടേക്ക് പോയി? അവിടെ എത്ര വർഷം പഠനം നടത്തി? കൂടുതൽ വിജ്ഞാനം തേടി അദ്ദേഹം പരിശുദ്ധ മക്കയിലേക്ക് പോയി. അവിടെ 7 വർഷം പഠനം നടത്തി. മക്കയിൽ നിന്ന് തിരിച്ചെത്തിയ അദ്ദേഹത്തെ ഏതു ദ്വീപിലാണ് പ്രധാന ഖാദിയായി നിയമിച്ചത്? അവിടെ എത്ര വർഷം സേവനമനുഷ്ഠിച്ചു? മക്കയിൽ നിന്ന് തിരിച്ചെത്തിയ അദ്ദേഹത്തെ കവരത്തി ദ്വീപിൽ പ്രധാന ഖാദിയായി നിയമിച്ചു. 8 വർഷം അവിടെ സേവനമനുഷ്ഠിച്ചു. മലബാറിൽ മദ്രസകൾ സ്ഥാപിക്കാൻ ആലി മുസ്ലിയാർ മുൻകൈയെടുക്കാനുള്ള കാരണമെന്ത്? ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ ബോധവൽക്കരണം നടത്താൻ ജനങ്ങൾക്ക് വിദ്യാഭ്യാസം ലഭ്യമാക്കണമെന്ന ആശയമുണ്ടായിരുന്ന മുസ്ലിയാർ മലബാറിലുടനീളം മദ്രസകൾ സ്ഥാപിക്കുന്നതിൽ മുൻകൈയെടുത്തു. വർഷം എഴുതുക. 1. ആലി മുസ്ലിയാർ തിരൂരങ്ങാടി പള്ളിയിലെ ഇമാം സ്ഥാനം ഡാഷിൽ ഏറ്റെടുത്തു. ഏത് വർഷമായിരുന്നു? AD 1897. അപ്പോൾ പാഠഭാഗവും ചോദ്യോത്തരങ്ങളും എല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി കാണും വരെ മഅസ്സലാമ.